നമസ്കാരം, ലിജീഷാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഗുരുവായൂർ അപ്പൻ്റെ അടുത്ത് തന്നെയുള്ള ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ശ്രീ ബലരാമ പ്രതിഷ്ഠയുള്ള ഒരമ്പലം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ബലരാമ പ്രതിഷ്ഠയുള്ള മറ്റൊരു അമ്പലത്തിൽ ഞാൻ കാക്കൂർ, കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ എന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ദശാവതാര ക്ഷേത്രങ്ങളിൽ പോയ സമയത്താണ് ബലരാമ ക്ഷേത്രം ഞാൻ അവിടെ കണ്ടത്. ഈ ഒരു അമ്പലം ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു അമ്പലം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഞാൻ അവിടെ വരെ ഒന്ന് പോയി. നല്ല വലിയൊരു അമ്പലമാണ്, വലിയൊരു കുളമുണ്ട്, കൂടാതെ ഓഡിറ്റോറിയം ഒക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു അമ്പലം തന്നെയാണ് അത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും കൂടി ഇതിനെപ്പറ്റി പഠിച്ച് നല്ലൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ്. ഇത് അതിനോട് ചേർന്നുള്ള കുളമാണ്. അപ്പോൾ ഞാനവിടെ അന്വേഷിച്ച സമയത്ത് ഇതിലൊക്കെ ആയിരുന്നു ഗുരുവായൂർ കേശവനൊക്കെ കുളിച്ച് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിരുന്നത് എന്നൊക്കെ അവിടെ 1-2 ആളുകൾ പറഞ്ഞു. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് നടപ്പാതെയും ടൈൽസൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നെന്മേനി ഇല്ലക്കാരായിരുന്നു ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതലുള്ള ഡീറ്റെയിൽസൊക്കെ അറിയുന്നവർ നമുക്ക് കമൻറ്റ് ഇട്ടത്. ഞാനേതായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുണ്ട് എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്ന ആളുകൾ ഇതിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഞാൻ പോകുമ്പോൾ നല്ലൊരു വീഡിയോ കൂടുതലായിട്ട് എടുത്തിട്ട് നമുക്ക് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പുതിയ ബലരാമ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്തു.